പിന്നെ നമ്മുടെ 500 നോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പുതിയത് ഇറക്കിയതാണ്. അതേപോലെ നമ്മളത് ഇതെന്തായാലും മറക്കാത്തതാണ്. നമ്മള് നാടിനെ തന്നെ കുളിക്കാൻ 500 നോട്ടാണ്. 500 നീ 1000 ഇതെന്തായാലും ആരും മറക്കാത്ത ഒരു 500 1000 ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും മുകളിലെടുത്ത് വെക്കണത്. ATM-ലൊക്കെ അത്രയും തിരക്കായിരുന്നു. ഇന്ന് ചോദിച്ചപ്പോ ആ 1000 നോട്ട് കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളൊരു പേടി സ്വപ്നമാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാവർക്കും അതേപോലെയൊക്കെ തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് നമ്മളെ മാറ്റി മറിച്ചാണ് നമ്മുടെ ഈ 500 1000. ഹലോ ഫ്രണ്ട്സ്, ട്രാൻസ്ഫർമാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിവേക്, പിന്നെ നമ്മുടെ ഫ്രണ്ട് ജോമോൻ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ലതീഷൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. നോട്ട് കളക്ഷൻ. ലതീഷൻ്റെ നോട്ട് കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അത് കാണാവുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലായിട്ടൊന്നും പറയണ്ട, നേരെ ലതീഷൻ്റെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ലതീഷനാണ് ഇന്ന് നമ്മുടെ വന്നേക്കണത്. രതീഷേട്ടന് കുറെ കോയിൻസ് ആണ് വന്നേക്കണേ, ഇന്ത്യൻ കോയിൻസ് തന്നെ. അപ്പൊ രതീഷേട്ടാ കോയിൻസിനെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ചപ്പോൾ നമ്മൾ വിദേശ നോട്ടുകളൊക്കെയാണ്, നാണയങ്ങളൊക്കെ നമ്മൾ കാണിച്ചത്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ ചോദിച്ചു ഇന്ത്യൻ നാണയങ്ങളും ഇന്ത്യൻ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അത് ഈ കോയിനുകൾ ആദ്യം പരിചയപ്പെടുത്താം. ഏകദേശം ഇത് 25 സൈസ് 25 5-ൻ്റെ കോയിനുകളാണ്. 25ഓളം, കാരണം ഇത് 25ഉം വ്യത്യസ്തമാണ്. നിങ്ങൾ നോക്കിയാൽ ഉണ്ടോ, 25 കോയിനുകൾ എനിക്കിങ്ങനെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 25 കോയിനുകളും വ്യത്യസ്തമായ 5-ൻ്റെ കോയിനുകളാണ് ഈ 25ഉം. അതേപോലെ നമ്മൾ 2-ൻ്റെ കോയിനുകളുണ്ട്. ഇത് ഏകദേശം 20ഓളം കോയിനുകളുണ്ട് നമുക്ക്. ഈ 2-ൻ്റെ കോയിനും നമ്മൾ കണ്ടിട്ടുണ്ടോ, പല പല വ്യത്യസ്തമായ കോയിനുകളാണ്. പിന്നെ നമ്മുടെ ഒറ്റ കോയിനുകളും അതേപോലെ തന്നെയാണ്. ഒരു 20ഓളം കോയിനുകളും ഇതുമുണ്ട്. ഇതും കണ്ടാൽ തന്നെ അറിയാം, കാരണം എല്ലാം വ്യത്യസ്തമായ 20-ൻ്റെ കോയിനുകൾ, ഒറ്റ കോയിനുകളാണ്. ഏകദേശം 20ഓളം. പിന്നെ നമ്മുടെ പുതിയ 10-ൻ്റെ കോയിനാണ്. ഇത് എനിക്കൊരു 7 സൈസാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 7 ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ഉണ്ടോ, 7 കോയിനുള്ളൂ. പക്ഷേ 7 വ്യത്യസ്തമായ 10-ൻ്റെ കോയിനുകളാണ് 7. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല പല വർഷങ്ങളിലെ കോയിനുകളായിരിക്കും അല്ലേ? പല പല വർഷങ്ങൾ അല്ല, ഇത് ഏകദേശം 2010 2007 2008 ആ കാലയിലുള്ള. പക്ഷേ അത് ആ ഒരു അങ്ങനത്തെ അത്രയും വ്യത്യസ്തമായിട്ട് ഇറക്കിയാണ്. അതേപോലെ ഇത് 50 പൈസയാണ് ഏകദേശം. 50 പൈസ ഇപ്പോൾ എല്ലാ ആളുകളും മറക്കാൻ തുടങ്ങി. അല്ലോ, ഇതൊരു 9 കോയിനോളം ഉണ്ട്. 9ഉം 50 പൈസയാണ്. പക്ഷേ 50 പൈസ 9ഉം 9 ടൈപ്പാണ്. തലമുറക്ക് ചിലപ്പോൾ ഇത് കാണാൻ കിട്ടിയെന്നൊരു വരില്ല. പിന്നെ നമ്മുടെ ഇതൊക്കെ പഴയ കോയിനുകളാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ 25 പൈസയാണത്. 25-ൻ്റെ പൈസ ഏകദേശം 3 ഇതുണ്ട്. പിന്നെ നമ്മുടെ 10-ൻ്റെ പൈസ, പഴയ 10-ൻ്റെ പൈസ ഒരു 4 സൈസ് 10-ൻ്റെ പൈസ. 20-ൻ്റെ ഇത് നമ്മുടെ പഴയ 70-ലെ 20-ൻ്റെ പൈസയാണ്. താമരപ്പൂവിൻ്റെ 20-ൻ്റെ പൈസയാണിത്. ആളുകൾ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവുമെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നോക്കണവർ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, 20-ൻ്റെ പൈസയാണിത്. പിന്നെ ഇത് നമ്മുടെ ഒരണയാണ്. ഒരണ 62-ലെ ഒരണയാണ്. ആണോ ഒരണ. പിന്നെ നമ്മുടെ 5-ൻ്റെ പൈസ, ഇത് നല്ലത് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ കുറച്ചൊക്കെ ചീത്തയായി പോകും. 62-ലെ ഏകദേശം എത്ര വർഷം കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 62-ലെ 1 രൂപ കോയിനും. ഇനിയിപ്പോൾ നമ്മൾ ചില്ലറ കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്ത്യൻ നോട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏകദേശം ഇത് 1 രൂപ നോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പുതിയ 1 രൂപ നോട്ട്. ഇത് അല്ല 1 2 3 4 സൈസ് 1 രൂപ നോട്ടാണ്. ഇത് രണ്ടും നമ്മൾ തോന്നും ഒരേപോലെ ആണെങ്കിലും വേണ്ട, ഇതിനകത്ത് വ്യത്യസ്തമുണ്ട്. നീളം കൂടുതലുണ്ട്. ഒരു ഡീന്ന് എഴുതിയാൽ എന്തോ വ്യത്യസ്തമായൊരു ഇത് മുകളിലേക്കും സെൻറ്ററിലേക്കാണ് ഇത് 1 രൂപ എന്ന് എഴുതിയാക്കുന്നത്. ഇത്തിരി പഴയതായിട്ടുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വ്യത്യാസം ഉണ്ടാ, ഇത്രയും നീളം വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടും ഒരേപോലെ ആണെങ്കിലും ഇതും വ്യത്യാസം ഉണ്ട്. അത് 1 രൂപയുടെ ഇത് സെൻറ്ററും ഇത് മുകളിലുമാണ്. പിന്നെ നമ്മൾ 2-ൻ്റെ നോട്ടാണ്. ഇതും എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവും. 2-ൻ്റെ നോട്ടുകൾ നല്ല പുതുപുത്തനായിട്ടിരിക്കുന്നതാണ്. അല്ല, ഇത് എൻ്റെ അടുത്ത് 2 ഉള്ളൂ. ഇത് നമ്മൾ 5-ൻ്റെ നോട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് പുതിയ 5-ൻ്റെ നോട്ട്. അത് കഴിഞ്ഞിട്ട് 5-ൻ്റെ നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഏകദേശം ഒരേപോലത്തെയാണ് നമ്മൾ തോന്നും. പക്ഷേ ഇതിൻ്റെ നമ്മൾ പുറകിലൊക്കെ നോക്കി അറിയാം, ഇവിടെ ഗാന്ധിജിയാണ് ഇതിൻ്റെ മാൻ. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ നമ്മൾ ഇപ്പുറം നോക്കി കഴിയുമ്പോൾ ഏകദേശം ഉണ്ടോ, രണ്ടും ഒരേ നോട്ടായിരിക്കും. വലിയ വ്യത്യാസമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ അപ്രോഷം കണ്ടാലാണ് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ 10-ൻ്റെ നോട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, 10
10 നോട്ടത് നമ്മുടെ പുതിയ 10 നോട്ടാണിത്. ഇപ്പം എല്ലാവരും കണ്ടോളാം 10 നോട്ടായിരിക്കും. അതിന് മുമ്പുള്ള 10 നോട്ട്. ഈ 10 നോട്ട് എല്ലാവർക്കും പരിചയം. ഇത് എല്ലാവരും അതെ, അതിന് മുമ്പുള്ള 10 നോട്ട്, അതിന് മുമ്പുള്ള 10 നോട്ട്, ഇത് അതിന് മുമ്പുള്ള 10 നോട്ട്. ഇത് എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അത് വളരെ പഴക്കമുള്ള 10 നോട്ടാണ്. ടേപ്പ് ചൊട്ടിച്ചു ഞാനാണ് മനസ്സിലാവില്ല. വളരെ പഴക്കമുള്ള 10 നോട്ടാണ്. 1, 2, 3, 4, 5, 6 സൈസാണ് 10 നോട്ടുകൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതേപോലെ നമ്മൾ 20 നോട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പുതിയ 20 നോട്ടാണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന് മുമ്പുള്ള 20 നോട്ട് തന്നെ ഇതും കണ്ടിട്ടുണ്ടാവും. ഇതും ഏകദേശം കണ്ടിട്ടുണ്ടാവും. ചെറുതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒന്ന് കാണാൻ സാധ്യത ഉണ്ടാവില്ല എനിക്ക് തോന്നണേ. ഇതൊരു പ്രത്യേക 20 നോട്ടാണിത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമ്മുടെ 50 നോട്ട്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ഒരു ഒരെണ്ണം ഉള്ളൂ. ഒരെണ്ണം ഉണ്ടായിരുന്നു, അതെന്തോ കാണാനില്ല ഇപ്പം. ഇപ്പം ഇത് ഒരെണ്ണം ഉള്ളൂ നമ്മുടെ ഒരു പഴയതായിട്ട്. ഇത് നമുക്ക് 100 നോട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പുതിയ 100 നോട്ട്. അതിന് മുമ്പുള്ള 100 നോട്ട്, അതിന് മുമ്പുള്ള 100 നോട്ട്. ഇത് നമ്മുടെ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു 100 നോട്ടാണ്. കെട്ടായിട്ട് കാണൂലേ. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ 10ൻ്റെയും 5ൻ്റെയും ആ കോയിനുകൾ. അത് കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ടല്ലേ അല്ലേ? പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു 10-20 സൈസ് 5ൻ്റെയും 10ൻ്റെയൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ശേഖരിച്ചപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി തോന്നിയോണ്ടാണ് ആ 20, 10ൻ്റെയും 5ൻ്റെയൊക്കെ ഞാനിങ്ങനെ മാറ്റി നമുക്ക് തോന്നിയത്. അങ്ങനെ മാറ്റി വെക്കുന്നത് ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല, ഞാനിത് മാറ്റി വെക്കാന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഞാൻ ശേഖരിക്കും. ഏകദേശം ഒരു കൊല്ലം ആകുമ്പോഴേക്കും നമ്മുടെ വിഷു ഒക്കെ ആകുമ്പോൾ ഞാൻ നമ്മുടെ അയലക്കത്തെ പിള്ളേർ, നമ്മുടെ കസിൻ പിള്ളേർ ഇതേപോലെ അവരിതുപോലെ വരും കേട്ടാ. രാവിലെ ഞാൻ ഇതേ ഒരു വാരം ഇങ്ങനെ വാരും. നമ്മുടെ ഒറ്റ കൈ അത് അവരോട് പറയുന്നേ വിഷു കൈ നീട്ടം. 10-15 പിള്ളേർക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളത്. അവർക്കും തീരും. നമ്മൾ വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ശേഖരിച്ച് നോക്കും. അതിപ്പോ നമ്മുടെ പണ്ടത്തെ പിള്ളേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. പുതിയ പിള്ളേർക്ക് ഇതിന്റെ ഒരു വിലയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അത് ചിലവർക്ക് ഭാഗ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ചില പിള്ളേർക്ക് ഒരു 200 രൂപ അടുത്തൊക്കെ വരും, ചിലവർക്ക് 50 രൂപ താഴെ, ചിലവർക്ക് 100 രൂപ താഴെ, അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതിപ്പോ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. അതെ, നമ്മളൊരു വാരി കൊടുക്കുന്നു. അടിപൊളി. അപ്പൊ അത് കിട്ടുന്നവര് അവരുടേതായ ചിലപ്പോ കളിക്കാനുള്ള ബോളോ ബാറ്റോ വിഷു വരുമ്പോ രതീശേന്റെ അടുത്ത് വന്നാ ഒരു പിടിയും കൊണ്ട് പോവാം. അത് ഇത്രയും വലിയ പിള്ളേർക്ക് പണിയെടുക്കുന്ന പിള്ളേർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? അതെ, നമ്മള് പഠിക്കാൻ പോണ പിള്ളേർക്ക് എന്തെങ്കിലും അവർക്കൊരു കളിക്കാനുള്ള എന്തെങ്കിലും ഉപകാരപ്പെടുകയും ചെയ്യും. നമ്മളത് കൊടുക്കുമ്പോ അവർക്കൊരു തൃപ്തിയാണ്, പിന്നെ നമുക്കും. കാരണം നമ്മള് ശേഖരിച്ച് നോക്കുമ്പോ നമുക്കൊരു അവർക്ക് കൊടുക്കുമ്പോ തന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, മനസ്സ് നിറയും. അതുമല്ല അടുത്ത കൊല്ലത്തേക്കും ശേഖരിക്കാനുള്ളൊരു മനസ്സും എനിക്കുണ്ടാവുകയും ചെയ്യും. അതെ അതെ അതെ, അപ്പൊ അങ്ങനെ ഉണ്ട്. അത് ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവേയില്ല വിഷു പോകുമ്പോ. നിങ്ങൾ സൂപ്പറാണല്ലേ ചേട്ടാ, സമ്മതിച്ച്. ചേട്ടൻ വിഷുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പിള്ളേർക്കൊരു പിടിയെടുത്ത് കൊടുക്കുക. അപ്പം അത്രയും ഒരുപാട് നല്ല ഗുണങ്ങൾ പുള്ളിയുടെ മനസ്സിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇതേപോലെ നല്ല ഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഇതേപോലെ പുള്ളിക്ക് നോട്ട് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല പല രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്കും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവരെ പോയി കണ്ടേ പറ്റുള്ളൂ. കാരണം ഇവരെല്ലാം പോയി കാണുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്, നിങ്ങൾക്ക് അറിയാമല്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ ചേർന്നു. ദിസ് ഈസ് മീ വിവേക് ജോൺ വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ജോമോൻ സൈനിങ് ഓഫ്.